എന്തുകൊണ്ടായിരിക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ പോലൊരു വലിയൊരു സയൻറ്റിസ്റ്റ് ലോകത്തെ എട്ടാമത്തെ അത്ഭുതം കോമ്പൗണ്ടിങ് എന്ന് പറയാൻ കാരണം? എങ്ങനെയാണ് പിൽക്കാലത്ത് കോമ്പൗണ്ടിങ് ഫിനാൻസ് മാനേജ്മെന്റ് ദി മോസ്റ്റ് പവർഫുൾ ടൂളായി മാറുകയും ചെയ്തത്? എന്താണ് ശരിക്കും കോമ്പൗണ്ടിങ്? എല്ലാം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. മൈ നെയിം ഇസ് സോളമൻ ആൻഡ് വെൽക്കം ബാക്ക് ടു soloscreativism. എന്താണ് ശരിക്കും കോമ്പൗണ്ടിങ്? കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് മെയിൻ ഐറ്റമാണ് വരുന്നത്. ഒന്ന് പ്രിൻസിപ്പൽ എമൗണ്ട്, രണ്ട് അവിടെ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട്. എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്? നമ്മൾ മുടക്കുന്ന മെയിൻ എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ മെയിൻ എമൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അതാണ് നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകും ഒരു എക്സാമ്പിളിലൂടെ. ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് വെറും ഒരു എക്സാമ്പിൾ ആണ്. റിയൽ ലൈഫ് വരുമ്പോൾ പെർസെൻറ്റേജും കാര്യങ്ങളും എല്ലാം വ്യത്യാസം വരും. അത് ശരിക്കും രണ്ടാമത്തെ വീഡിയോയിലായിരിക്കും വരാൻ പോകുന്നത്. ഇത് ശരിക്കും രണ്ട് പാർട്ടായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. രണ്ടാമത്തെ വീഡിയോയിൽ ഇത് നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നും പറഞ്ഞു തരുന്നുണ്ട്. സോ ആദ്യമേ തന്നെ കോമ്പൗണ്ടിങ്ങിന്റെ എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് 100 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. രണ്ടാമത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുന്നത് 12%. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ മാസം 12 രൂപയാണ് റിട്ടേൺ കിട്ടുന്നത്. രണ്ടാമത്തെ മാസം നമ്മൾ വീണ്ടും 100 രൂപ ഇടുന്നു. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം നമ്മൾ 212ന്റെ 12% നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒരു 25 രൂപ അടുത്ത് റിട്ടേൺ കിട്ടും. അപ്പം മൂന്നാമത്തെ മാസം ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെയും അപ്പം നമ്മുടെ കൈ വരാൻ പോകുന്ന ഏകദേശം 300 പ്ലസ് ആദ്യം കിട്ടിയ 12% ഇൻട്രസ്റ്റ്, രണ്ടാമത് പ്ലസ് രണ്ടാമത്തെ മാസം കിട്ടിയ ഇൻട്രസ്റ്റ്, അത് 25 രൂപ പ്ലസ് 25 ഇൻറ്റു 12/100. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 40 രൂപയാണ് ഏകദേശം നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ടോട്ടലായിട്ട് വരുമ്പോൾ. ഇങ്ങനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് ഒരു വർഷത്തേക്ക് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1200 രൂപയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് റിട്ടേൺ വരുന്നത് 3100 മേളിൽ വരും, ഒരു റിട്ടേൺ വരും. പക്ഷേ റിയൽ ലൈഫിൽ ഇച്ചിരി വേരിയേഷൻ വരും, ഇൻട്രസ്റ്റ് റേറ്റിന് വേരിയേഷൻ വരും, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിനാണ് മിറാക്കിൾ ഓഫ് കോമ്പൗണ്ടിങ് എന്ന വിളിപ്പേര് വരാൻ കാരണം. ഈ ഒരു കൺസെപ്റ്റ് അറിയാവുന്നവർ ഇന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് അറിയാത്തവർ ഇന്ന് പലിശയും കൂട്ടുപലിശയും അടച്ചുകൊണ്ടിരിക്കുകയാണ്. കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എത്ര കാലം അത് വെക്കുന്നുവോ അത്രയും നമുക്ക് എഫക്റ്റ് അതിന്റെ മനസ്സിലാവും. അത്രയും വീര്യം, അതിന്റെ പവർ കൂടുതലായിരിക്കും. വീഞ്ഞ് എത്ര നാൾ നമ്മൾ വെക്കുന്നോ അതിന്റെ വീര്യം അത്രമാത്രം കൂടുതലായിരിക്കും എന്ന് പറയുന്ന സെയിം കൺസെപ്റ്റാണ് ഇവിടെ കോമ്പൗണ്ടിങ്ങിലും വരുന്നത്. നമ്മൾ എത്ര വർഷം വെക്കുന്നോ, 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, ഏറ്റവും കൂടുതൽ നമ്മൾ വെക്കുന്നത് അത് ഇത്രയും നമുക്ക് അതിന്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാനിതിങ്ങനെ റിയൽ ലൈഫ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ ലൈഫിൽ ശരിക്കും നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചിലപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 5 പുഷപ്പ് ആദ്യ ദിവസം എടുക്കുമായിരിക്കും. ചിലപ്പോൾ അടുത്ത ദിവസം നമ്മളത് 10 ആകാം, 15 ആകാം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് നമ്മൾ തന്നെ ഓരോ നമ്പർ ഓരോ ദിവസവും കൂട്ടി വരും. ഇനി നെഗറ്റീവായിട്ടൊരു സൈഡ് പറയുവാണെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ സ്മോക്കിങ് ആദ്യമേ ഒരു രസത്തിനായിരിക്കും സ്മോക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ അത് ഉച്ചയാവും, രാവിലെ ആവും, വൈകിട്ടാവും, പിന്നെ അത് നമുക്കില്ലാതെ പറ്റാത്ത ഒരു അവസ്ഥയാകും. ഇതാണ് ഒരു നെഗറ്റീവായിട്ടൊരു എക്സാമ്പിൾ പറയാനുള്ളത്. ഇതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ്ങിന്റെ ഗ്രോത്ത് എപ്പോഴും ഒരു എക്സ്പോണൻഷ്യൽ രീതിയിലായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കണും കൂടി നിൽക്കുക. എന്നാലേ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. മാത്രമല്ല അടുത്ത വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ ഇത് യൂസ് ചെയ്യാമെന്ന സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ആരും മിസ് ചെയ്ത് കാണുക. ഉറപ്പായിട്ടും ആ ബെല്ലൈക്കൺ അമർത്തുക. ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് എഫേർട്ട് ഹാസ് ബീൻ ടേക്കൺ. ദിസ് ഈസ് Solomon signing off from soloscreativism.